അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരത്തിന്റെ ചർച്ചകളിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ നിസ്കാരം തുടങ്ങാൻ പോവാം. നിസ്കാരത്തിന്റെ ഫർദുകൾ 14 എന്ന് അറിയാത്തവരുണ്ടാവുകയില്ല. അത് നമുക്ക് തന്നെ ഇപ്പൊ ചിന്തിച്ചാൽ കിട്ടുമല്ലോ. ആദ്യമായിട്ട് നമ്മളിങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ചെയ്യുക. ഒന്നാമത്തെ ഫർദ് നിർത്തായിക്കോട്ടെ. ഒന്നാമത്തെ ഫർദ് നിൽക്കുക, നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക. രണ്ട് ഫർദുകളും ചെറിയ രൂപത്തിൽ നിന്ന് വിവരിക്കാം. നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക എന്നാണ് ഞാൻ ഒന്നാമത്തെ ഫർദ് പറഞ്ഞത്. മൂന്നാമതായിട്ടാണ് നമ്മുടെ ഫുഖഹാ എണ്ണുന്നത്. അതിന്റെ കാരണം എന്താ പറയുക? നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കുക എന്ന് പറയുന്നത് ഫർദ് നിസ്കാരത്തിൽ മാത്രം നിർബന്ധമായ ഒരു കാര്യമാണ്. സുന്നത്ത് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇരുന്ന് നിർവഹിക്കാം. പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചാല് അജ്റുൽ ഖാഇദി നിസ്ഫുൽ ഖായിം എന്നാണ് വിധങ്ങൾ പറഞ്ഞത്. ഇരുന്ന് നിസ്കരിക്കുന്നവന് നിന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി കൂലിയേ ഉള്ളൂ. ഏതില് സുന്നത്ത് നിസ്കാരത്തില് ഫർദിന് നിൽക്കാൻ കഴിവുള്ള നിൽക്കന്നെ വേണം. ഫർദിന് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കന്നെ വേണം. നിൽക്കാതിരുന്നാൽ അവന്റെ നിസ്കാരം സ്വഹീഹാവുകയില്ല. അങ്ങനെ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം മുഴുവൻ മുടക്കണം. ഒരു സംശയം വേണ്ട. ഫർദിനോ ഷർത്തിനോ അബദ്ധം വരുന്ന, ഭംഗം വരുന്ന നിസ്കാരം മുഴുവനും മുടക്കണം. എന്താ ഒരാൾ ഓടി വന്നിട്ട് കസേര വിളിച്ചിട്ട് അതൊരു വല്ലാത്തൊരു ചോദ്യമാണത്. ഇന്ന് ലോകത്ത് മൊത്തം ഫിത്തന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഈ കസേര നിസ്കാരം. എങ്ങനെ ഈ കസേര നിസ്കാരം വന്നതെന്ന് പഠിച്ചവനെ അറിയുന്നത്. ആരോ ഒരാൾ കസേര കൊണ്ടുവന്നപ്പോ പിന്നെ എല്ലാവരും കസേര, ഇനി ഒരാൾ കട്ടില കൊണ്ടുവന്ന പിന്നെ എല്ലാവരും കട്ടില കൊണ്ടുവരും. അതാണ്. അങ്ങനെയാണ് മലയാളികൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത. ഒരാൾ ചെയ്തത് ചെയ്യാന്നുള്ളതാണ് മലയാളികളുടെ പ്രത്യേകത. അത് വേറെ സ്ഥലത്ത് കാണൂല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറയണം. അല്ലാഹു അല്ല. ഏതായാലും ആട്ടെ, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കന്നെ വേണം. ഇന്ന് വല്ലാത്ത ഒരു ആഭാസകരമായ ഒരവസ്ഥയാണ്. എന്ത്, രാവിലെ 5 കിലോമീറ്റർ നടക്കും. പ്രഷറുണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, നടക്കണം, ഓടണം, ചാടണം, മണ്ടണം, എക്സസൈസ് ചെയ്യണം, എല്ലാം ഉണ്ട്. പള്ളിയിലെത്തിയ ഒരു 5 മിനിറ്റ് നേരെ ഇരുന്ന് നിസ്കരിക്കാൻ മൂപ്പർക്ക് കഴിയില്ല. അല്ല, നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല. ഇതാ അവസ്ഥ. കയറി ഇങ്ങോട്ട് വരിക, ഒരു സ്റ്റൂൾ ഇങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് നിൽക്കാണ്ടിരിക്കുക. അല്ലാഹു അക്ബർ. എന്താ റാഹത്ത് പടച്ചവന്റെ മുമ്പിൽ ഇങ്ങനെ നെളിഞ്ഞിരുന്നിട്ട് നിസ്കരിക്കാൻ. അത് ചെയ്യരുത് കേട്ടോ. ഇല്ല, ഗൗരവമുള്ള വിഷയമായിട്ട് ഇത് എടുക്കണം നമ്മൾ. നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കന്നെ വേണം. നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം ഫർദ് നിസ്കാരമാണെങ്കിൽ സ്വഹീഹാവുകയില്ല. സുന്നത്ത് നിസ്കാരത്തിനാണെങ്കിൽ പകുതി കൂലിയേ കിട്ടുള്ളൂ. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. ഏതായാലും ഈ കസേര നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടി പോരാ അല്ലെ സലാമസ്ത? അതായത് ഈ കസേരന്റെ കാര്യം. ചില ആളുകൾ കസേര സൊഫിൽ നിന്ന് ബാക്കിലോട്ട് ഇടുന്നു, ചില ആളുകൾ കസേര മുമ്പിലോട്ട് ഇടുന്നു. അത് രണ്ടിനെയും അംഗീകരിച്ചും അനുകൂലിച്ചും പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും ഒക്കെ വീഡിയോകൾ വരുന്നു, വിവരണങ്ങൾ വരുന്നു. പൊതുജനങ്ങൾ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ വലിയ വിഷയമാണ്. യഥാർത്ഥത്തില് തുടക്കത്തില് നിൽക്കുന്ന ആളുകള് അവന്റെ കാല് മറ്റുള്ളവരോടൊപ്പിച്ച് കസേരയെ ബാക്കിലിട്ട് ഇടണം എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വശം എന്താന്ന് ചോദിച്ചാല്, സൊഫിനോടൊപ്പിച്ച് കസേരയുടെ ബാക്ക് കാല് ഒന്നിച്ച് വരുമ്പോ ബാക്കിലുള്ള ആൾക്കൊരു ഡിസ്റ്റർബ് ഉണ്ടാവില്ല. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ അയാൾ മുന്തി നിൽക്കുക എന്നുള്ളൊരു കാരണമാണ് അവിടെ ഉള്ളത്. മറ്റുള്ളവരിൽ നിന്ന് മുന്തി നിൽക്കുക എന്നുള്ള പ്രശ്നം വരും. അത് അദ്ദേഹം ഒരു എതിരുള്ള ആളാണ്, കാരണമുണ്ടല്ലോ അദ്ദേഹത്തിന്. ബാക്കിയുള്ളവർക്ക് കാരണവുമില്ല. മാത്രമല്ല, റംലി ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് ഇപ്പൊ സൊഫ് നേരെ ആയില്ല എന്ന് വിചാരിച്ച് എന്താവൂല, അത് കൂലിയെ ബാധിക്കൂല, കറാഹത്തൊന്നും വരില്ല എന്നും അഭിപ്രായമുണ്ട്. കറാഹത്താണെങ്കിലും സൊഫിന്റെ നൃത്തത്തിൽ നിന്നൊരൽപ്പം മുന്നോട്ട് നീങ്ങി എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജമാഅത്തിനെ ബാധിക്കൂല എന്നും വിവരണമുണ്ട്. അപ്പോ കാര്യമായ ഒരു ഇമാം തന്നെയാണ് അദ്ദേഹവും, മഹാനായ റംലി ഇമാം. ആ നിലക്ക്
മുന്തിയിടുന്നതായിരിക്കും കുറച്ചുകൂടി പ്രാക്ടിക്കൽ വശം എന്ന് മനസ്സിലാവുന്നു. എന്നാൽ കുറെ ഉലമാവ് എന്ത് ചെയ്യണം, തുടക്കത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് മറ്റുള്ളവരോടൊപ്പിച്ച് കസേര പിന്നിലോട്ടിടണം എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും സൗകര്യം പോലെയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. 14 ഫർദ് ഒറ്റയടിക്ക് പറഞ്ഞങ്ങ് പോവാം. ഒന്നാമത് നമ്മൾ പറഞ്ഞത് നൃത്തം, രണ്ടാമത് നീയത്താണ്. ഈ നീയത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഫർദ് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നീയത്തിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ, ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വേണം. നമ്മളിങ്ങനെ അമേരിക്കയിൽ ഇങ്ങനെ ടൂർ പോയത്, ആ കടപ്പുറത്ത് നിന്നതും അങ്ങനെ അവിടെ പിന്നെ കാഴ്ചകൾ കണ്ടതൊക്കെയാണ് നമ്മളെ മനസ്സിലുള്ളത്. എന്നിട്ട് അതിന്റെ അടിയിൽ നമ്മൾ പറയാം ദൂരസ്കാരം 4 റക്അത്ത് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. എന്റെ മനസ്സെവിടെ? അമേരിക്കയിൽ, അല്ലെങ്കിൽ ലണ്ടനില്ല, അല്ലെങ്കിൽ ഉടനെ കാമത്ത് ഓഫ് ചെയ്യാണ്, ഞാൻ ഇവിടെ ദൂരസ്കരിക്കുക നീയത്ത് വെക്കുന്നുണ്ട്. അവിടെ കാര്യമില്ല. ഖസ്ദു ഫഅലി സ്വലാ, നിസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളിൽ നീയത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഖസ്ദു ഫഅലി സ്വലാ, നിസ്കാരത്തിന്റെ പ്രവർത്തിക്കരുതാണ്. അപ്പൊ നമ്മൾ ഏർവാടി എന്ന് പറഞ്ഞാൽ ഏർവാടിക്ക് നമ്മൾ മനസ്സ് പോയി, മക്ക എന്ന് പറഞ്ഞാൽ മക്കയിലേക്ക് പോയി, നമ്മൾ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി പോയി, കൊല്ലം എന്ന് പറയുമ്പോൾ കൊല്ലത്തേക്ക് പോയി, കോഴിക്കോട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് പോയി. ഉണ്ടോ? അപ്പൊ മനസ്സിന്റെ പ്രത്യേകത, ലോകത്തെ ഏറ്റവും വേഗത കൂടിയ വാഹനം ഏതാണ്? അത് മനസ്സാണ്. എവിടത്തേക്ക് പോകണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മളിപ്പോ പിന്നെ ഒരു പുസ്തകം ഒരു പേജ് വായിച്ചു തീർക്കാൻ കുറെ സമയമുണ്ട്. അതേസമയം മനസ്സുകൊണ്ട് വായിക്കുകയാണെങ്കിൽ അത്ര സമയം വേണ്ട, പകുതി മതി. മനസ്സിലായില്ലേ? ഈ വീഡിയോയും ഓഡിയോയും ഡാറ്റയും പിന്നെ ടെക്സ്റ്റും തമ്മിലുള്ള MB വ്യത്യാസങ്ങളാണ്, അല്ലെങ്കിൽ GB വ്യത്യാസങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇരിക്കട്ടെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നിസ്കാരത്തെ കുറിച്ചുള്ള ഒരു സങ്കല്പം, ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം. ഈ ഒട്ടകം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സങ്കല്പമുണ്ട്, ആന എന്ന് പറയുമ്പോൾ ഒരു സങ്കല്പം, തിമീങ്കലം എന്ന് പറയുന്ന സങ്കല്പം. അതുപോലെ നമുക്ക് ഒരു രൂപം നിസ്കാരത്തിന് പറയാനില്ല. എന്നാലും ദൂരസ്കാരം എന്ന് പറയുമ്പോൾ ഒരു തത്തയ്യാത്തും ഒരു അവസാന തത്തയ്യാത്തും 4 റക്അത്ത്, സുബൈസ്കാരം എന്ന് പറയുമ്പോൾ 2 റക്അത്ത്, മരുസ്കാരം എന്ന് പറയുമ്പോൾ 3 റക്അത്ത്. ആ ഒരു രൂപം ഉണ്ടല്ലോ, കിട്ടുന്നുണ്ടല്ലോ. ഇതുപോലെ ഒരു ചിത്രം നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് മഗ്‌രിബ് നിസ്കാരം എന്ന് പറയുമ്പോഴേക്ക് ആ നിസ്കാരത്തെ കുറിച്ചുള്ള ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കും. അത് നീയത്തിൽ അവിഭാജ്യമായ ഒരു ഘടകമാണ്. വരുമല്ലോ നിസ്കാരത്തിന്റെ എപ്പോഴാണെങ്കിലും നമ്മളെ മനസ്സ് ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും. എവിടെയോ മനസ്സിങ്ങനെ പാറി നടക്കുന്നു എന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഈ സമയത്ത് ഞാൻ പണ്ട് ബാപ്പു ഉസ്താദ് തിരുവരങ്ങാടി ഹയാത്തിലുള്ള കാലത്ത് ഒരാള് മസാല വെച്ചു. ഉസ്താദ് ഈ മുസല്ല വിരിക്കൽ കറാത്തല്ലേ, ഈ ചിത്രമൊക്കെ ഉണ്ടാവുമ്പോ ആ ചിത്രത്തിനോട് ഒപ്പിച്ച് ഇങ്ങനെ മനസ്സ് പോവുമല്ലോ. അപ്പൊ നമ്മള് മുസല്ല വിരിക്കൽ കറാത്തല്ല, ഇന്ന് പള്ളികളിലൊക്കെ ചിത്രമുള്ള മുസല്ല ഉണ്ടല്ലോ. മൂപ്പര് വലിയ രസികനാണ്. ചോദ്യകർത്താവിന്റെ ആ ചോദ്യത്തിനനുസരിച്ച് തന്നെ മൂപ്പര് മറുപടി പറയും. അതിനൊരു ഉദാഹരണം ഞാൻ വേറെ പറഞ്ഞുതരാം. അപ്പൊ മൂപ്പര് പറഞ്ഞ് അങ്ങനെ ഇപ്പം നമ്മള് ചിത്രത്തിനോടൊപ്പം അങ്ങനെ മനസ്സ് പായും അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞ് മുസല്ല ഇട്ടത് കൊണ്ട് ഇപ്പൊ അതിന്റെ എട്ടവട്ടത്തൊക്കെ അങ്ങനെ ഉണ്ടാവും, ഇല്ലെങ്കിൽ പിന്നെ അമേരിക്കയിലോ ലണ്ടനിലോ ഒക്കെ പോവുക മനസ്സ്. അതൊരു മറുപടിയല്ല, അയാളെ രസിപ്പിക്കാൻ പറഞ്ഞ മറുപടിയാണ്. എന്ന് പറഞ്ഞ പോലെ മുമ്പ് അങ്ങനെ ഒരു ദിവസം തിരുവരങ്ങാടിയില് പിന്നെ ഈ പിന്നെ നൂറുൽ ഇസ്ലാം പ്രസിഡന്റ് ജ്യേഷ്ഠാനിനും കൂടി ഒന്നിച്ച് നടത്തുക. അപ്പൊ തെറ്റിപ്പോയി രണ്ടാളും കൂടി. അപ്പൊ ഒരാളെന്ത് ചെയ്തു, നൂറുൽ ഇസ്ലാം ജ്യേഷ്ഠ എടുത്തപ്പോ അനുജൻ ഇനിയിപ്പോ ഒരു നല്ലൊരു പേര് വേണം. അപ്പൊ കാക്കാന്റെ പ്രസിദ്ധം അല്ല, നല്ല പേരാണ്, നമുക്ക് അതിനേക്കാൾ ഉഷാറുള്ള പേര് വേണമെന്നല്ല. അപ്പൊ മുമ്പ് എന്താ മറ്റേ പേര് വെച്ച്, അപ്പൊ നൂറുൽ ഇസ്ലാം വേണം. അപ്പൊ മുമ്പ് 100 കൂടി ഇട്ടുന്ന 200 ഇസ്ലാം ഇട്ടാളിങ്ങൾ എന്താണ്. ഇതേമാതിരിയുള്ള ഭയങ്കര തമാശ രസികനാണ്. അതുപോലത്തെ ഒരു മറുപടിയാണ് ഇത്, കൂട്ടിയാൽ മതി കേട്ടോ. അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് നിസ്കരിക്കാൻ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആളെ മനസ്സിൽ എന്ത് വേണം, ഈ സങ്കല്പം വേണം. നിസ്കരിക്കാൻ എന്താണ് നിസ്കാരം എന്നുള്ളൊരു കാഴ്ചപ്പാട്. അത് എന്തൊരു കാര്യത്തിൽ വേണം. ഒരു വീടുണ്ടാക്കുമ്പോൾ ഈ വീടിന് 1 നില വേണോ 2 നില വേണോ 3 നില വേണോ എന്നൊരു കാഴ്ചപ്പാടുണ്ടാകല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ വീടങ്ങ് നശിച്ചു പോകും, എന്നും പറ്റാത്തൊരു കോലത്തിലാവും. വിഷയത്തിലേക്ക് തന്നെ വരാൻ തിരിച്ച്. അപ്പോ നീയത്തിലെ അവിഭാജ്യ ഒന്നാമത്തെ ഘടകം എന്താണ്? നിസ്കാരത്തിന്റെ പ്രവർത്തിക്കരുത്. പിന്നെ എന്താണ് നിസ്കാരം? ഫർളാണ്. ഫർളായ നിസ്കാരം കരുതാം. ഫർദിൽ ഏതാണ്? ളുഹറാണ്, അത് കരുതാം. അപ്പൊ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ പ്രവൃത്തി, ഫർളാണെങ്കിൽ ഫർള്, അതുപോലെ തന്നെ ഏതാണ് നിസ്കാരം അത്. പിന്നെയുള്ള കാര്യങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട്
അതുപോലെ തന്നെ അദായി അല്ലെങ്കിൽ കലായി, ജമ്മായി, കസറായി, ഇമാമായി, മമ്മൂമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും നിസ്കാരത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല, ഒക്കെ സുന്നത്താണ്. എത്രത്തോളം സുന്നത്തുകൾ അതിൽ ആഡ് ചെയ്യുന്നു അതിനനുസരിച്ച് അതിന്റെ കൂലി ഇങ്ങനെ വർദ്ധിച്ചു വരും. അത് വേറെ കാര്യം. അപ്പൊ ഉസല്ലിൽ ഫർള സ്വലാത്ത ളുഹർ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ടു. ഇമാം ഉണ്ടെങ്കിൽ ഇമാമാണെങ്കിൽ, മമ്മൂമാണെങ്കിൽ മൗമൂമൻ അല്ലെങ്കിൽ മഅൽ ഇമാമി എന്നൊക്കെ കരുതണം. ഉസല്ലിൽ ഫർള സ്വലാത്ത ളുഹർ 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ മിനൽ ഖിബ്ലത്തി മഅൽ ഇമാമി അദാനില്ലാഹി തആല എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെട്ടു. എല്ലാ സുന്നത്തുകളും കടന്നു. ഏതായിരുന്നാലും നിയ്യത്ത് വെക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓർമ്മയുണ്ടല്ലോ, 1 ഖസ്ദു ഫാരിസ, നിസ്കാരത്തിന്റെ പ്രവൃത്തിയൊക്കെ കരുതണം. 2 ഫർദാണെന്ന് കരുതണം. 3-മത്തേത് ഏതാണ് നിസ്കാരം എന്ന്, ദുഹറാണെങ്കിൽ ദുഹർ, അസ്റാണെങ്കിൽ ഇങ്ങനെ കരുതണം. ബാക്കിയുള്ളതൊക്കെ സുന്നത്ത്. അത് കഴിഞ്ഞു ഇനി നമ്മൾ തക്ബീർ കെട്ടതല്ല കാര്യം, ചൊല്ലലാണ്. അല്ലാഹു അക്ബർ. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കൈ കെട്ടുമ്പോൾ കൈ കെട്ടൽ തക്ബീർ തുടങ്ങുമ്പോൾ തന്നെ കൈയിന്റെ പൊക്കൽ തുടങ്ങും. അല്ലാഹു അക്ബർ. ഇവിടെ എത്തുമ്പോൾ അവസാനിക്കണം. ചെവിക്കുഞ്ഞോട് അടുത്തെത്തുമ്പോൾ അവസാനിക്കണം. ഈ കൈ വെള്ള കബിലയിലേക്ക് ആക്കണം. പിന്നെ വെട്ടാൻ പോണ വരെ പോകരുത്. ഇങ്ങനെ ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അല്ലാഹു ഇവിടെ എത്തുമ്പോൾ തക്ബീർ തീർന്നിട്ട് പിന്നെ കെട്ട് ഫ്രീ ആണ്. ഇത്ര സിമ്പിളാണ്. അല്ലാഹു അക്ബർ പിന്നെ കെട്ട് ഫ്രീ. മനസ്സിലായി? അതിന്റെ മുമ്പേ തല ഒരൽപ്പം ചായച്ച് സുജൂദിന്റെ മാലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. കൈ താത്തലും തല ചായ്ക്കലും കൂടി ആവുമ്പോൾ അത് ഒന്നിച്ച് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പൊ ഏതായിരുന്നാലും തക്ബീർ കെട്ടിക്കഴിഞ്ഞു. നമ്മൾ ശാഫി മദ്ഹബിലായതുകൊണ്ട് വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയിന്റെ മണികണ്ഠം പിടിക്കുക. ഈ 2 വിരൽ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് പിടിക്കൽ സുന്നത്ത്. കാണുന്നുണ്ടല്ലോ, ഇതുപോലെ കെട്ടൽ സുന്നത്ത്. ഹനഫിക്കാരെ അടിയിൽ കെട്ടും, മാലിക് മദ്ഹബ് കഴിച്ചിടും. ഇപ്പൊ ഒരു കെട്ടാറുണ്ട് ഇങ്ങനെ. എന്തൊരു അതാ കാണുമ്പോ തന്നെ അടങ്ങേറ്. ഒരു പറയണോ അതാണ്. ഇത് വലിയ അടങ്ങേറ് പിടിച്ച പ്രസ്ഥാനമാണ്. തുടരരുത്, ഡേഞ്ചറാണ് കാര്യം, ബേജാറാണ്, ഇത് ഞാനങ്ങ് പോയിക്കോട്ടെ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോ അതേതായാലും മുസ്ലിമീങ്ങൾക്ക് വേണ്ട. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ അപ്പൊ തക്ബീർ കെട്ടി. പിന്നെ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഫാത്തിഹയിലെ ശബ്ദ്, അതിന്റെ മദ്, അതിന്റെ അക്ഷരങ്ങളുടെ സിഫത്ത്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ഫോൾട്ട് ഫാത്തിഹയിൽ ഇമാമിനുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഇമാമിനോട് ദയവ് ചെയ്ത് തുടരാൻ പോകരുത്. അയാൾക്ക് ലാദ് അറിയില്ല, അല്ലെങ്കിൽ സ്വാദ് അറിയില്ല, അല്ലെങ്കിൽ ഷീന് അറിയില്ല. ഷീന് ഫാത്തിഹയിലില്ല, 7 അക്ഷരങ്ങൾ ഫാത്തിഹയിലില്ല. സവാഖിത്തുൽ ഫാത്തിഹ, ഫാത്തിഹയിൽ നിന്ന് വീണുപോയ അക്ഷരങ്ങൾ അറിയോ? സജ് ഖാസ് ഷലോഫ് എന്നതിന്റെ പേര്. സജ് ഖാസ് ഷലോഫ്. ഈ 7 അക്ഷരങ്ങൾ ഫാത്തിഹയിൽ. ഏതായാലും ഈ ഉള്ള അക്ഷരങ്ങളുടെ മഖറജുകൾ, അതിന്റെ സിഫത്തുകൾ, അതിലെ മദ്, അതിന്റെ ശബ്ദ് എല്ലാം പരിഗണിച്ച് മട്ടം പോലെ ഓതണം. അങ്ങനെയുള്ള ഇമാമിനൂടെ തുടരാൻ പാടുള്ളൂ. ഫാത്തിഹ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 4 ഇനി റുക്കൂയിലേക്ക് പോവാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു നിസ്കാരത്തിൽ 4 പ്രാവശ്യം കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. ഒന്ന് നമ്മൾ ഉയർത്തി നേരത്തെ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോൾ. ഇനി റുക്കൂയിലേക്ക് പോകുമ്പോഴും പോകണം. പിന്നെ റുക്കൂയിൽ നിന്ന് ഉയരുമ്പോഴും വേണം. ഒന്ന് റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, പിന്നെ സമയം അല്ലാഹു ലിമൻ ഹമിദ, പിന്നെ പോകുമ്പോൾ വേണ്ട. പിന്നെ നമ്മൾ ഇനി ഉയർത്തൽ സുന്നത്തായ വേറൊരു എപ്പോഴാണെന്നറിയോ? 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് എണീറ്റ് 3-മത്തേലേക്ക് ഇങ്ങനെ വരുമ്പോൾ അല്ലാഹു അക്ബർ. പിന്നെ ചില ആളുകൾ 2-മത്തേലേക്ക് വരുമ്പോഴും 3-മത്തേലേക്ക് വരുമ്പോഴൊക്കെ ചെയ്യും അങ്ങനെ. പക്ഷെ 3-ൽ നിന്ന് 4-ലേക്ക് വരുമ്പോഴൊക്കെ നിസ്കാരം ബാത്തിലാവുന്നില്ല. ഏതായാലും സുന്നത്തില്ല. ആ കാര്യം മനസ്സിലാക്കണം. ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഇരിക്കട്ടെ. അപ്പൊ പറഞ്ഞു, അത് കഴിഞ്ഞു. റുക്കുവിലേക്ക് നമ്മൾ പോയി. ചില ആൾക്കാർ റുക്കു ചെയ്യുമ്പോൾ ഒരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാർ റുക്കു ചെയ്യുമ്പോൾ വല്ലാതെ ഇഖ്ലാസ് കൂടിയിട്ട് ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ പോകും. തലയും മുതുകിൽ നിന്ന് താഴോട്ട് പോകും. ഇത് തലയാണെങ്കിൽ അങ്ങനെ വേണ്ട. ചില ആൾക്കാർ ഇങ്ങനെ നിൽക്കും. അങ്ങനെയും വേണ്ട. കറക്റ്റ് നിൽക്കണം. ഒരു പലക പോലെ കസഫ അൽ വാഹിദ, ഒറ്റപ്പലക നിൽക്കണം. അതാണ് റുക്കോയിൽ ചെയ്യണം. ഞാൻ റുക്കോയിലും സുജൂദിലും ഒക്കെ പരിഗണനകൾ സുന്നത്തും കൂടി കുട്ടിയാണ് പറയുന്നത്. അപ്പൊ റുക്കോ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്തിദാലിലേക്ക് പോകും. ഇത്തിദാൽ വരുമ്പോൾ ശ്രദ്ധിക്കണം.
ആണും ശ്രദ്ധിക്കണം, പെണ്ണും ശ്രദ്ധിക്കണം. പെണ്ണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സമയം അല്ലാഹുവിന്റെ നബിത നിസ്കാരം കുപ്പായുണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ വരുന്നു. ഇവിടെ കൈ കണ്ടപ്പോ പഴയ കാലത്ത് ഉമ്മമാർ അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു വള്ളിയിട്ടിരുന്നു ഇങ്ങോട്ട്, എന്നിട്ട് അത് ഇവിടെ തന്നെ കുടുക്കി വെക്കും. ഇപ്പൊ നല്ല സുഖം, നല്ല റബ്ബറുള്ള സാധനമൊക്കെ ഉണ്ട്, ക്യാൻവാസ്. പിന്നെ പോയി അതിന് റബ്ബർ ഉള്ളതാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അലാസ്റ്റിക് ഉള്ളത് ടൈറ്റായിട്ട് നിന്നോളൂ. ഇല്ലെങ്കിൽ ഒരു വള്ളി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കുടിക്കണം വേണം, അതായത് താന്നു പോയാൽ അവറത്തായ ഭാഗം നിസ്കാരം മാത്രം. ആണുങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഈ ഫ്രീക്കൻ ചെക്കന്മാരുണ്ടാവും, അല്ല സമയം അല്ലാഹുവിന്റെ എന്നിട്ട് കൈ ഇങ്ങനെ ആട്ടും. ഇങ്ങനെ 3 ആട്ടലാട്ടിയ കാര്യം പാത്രത്തിലായി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഇത്തിദാല് നിൽക്കുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒന്ന് നിൽക്ക, ഒരു സെക്കൻഡ് നിൽക്കാൻ നേരില്ല, ഇങ്ങനെ വന്നു ഇങ്ങനെ പോയി, അത് ചെയ്യരുത്. ഒന്ന് ഒരു സെക്കൻഡെങ്കിലും ഒന്നും ഇങ്ങനെ അറ്റൻഷനാണ് നിൽക്കണം. എന്നാൽ അടക്കം വേണം, വന്ന ഹർക്കത്തിൽ നിന്ന് അടക്കം വേണം, പോകുന്നതിന് മുമ്പ് ഒരല്പം ഒരു താമസം വേണം, എന്നിട്ട് വേണം പോകാൻ. ഞാൻ സുജൂദിലേക്ക് പോയി. സുജൂദിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നാൽ ചില ആളുകൾ കാലിന്റെ വിരൽ വെക്കുന്നില്ല. യഥാർത്ഥത്തിൽ 7 അവയവങ്ങൾ സുജൂദിൽ വെക്കണമെന്നാണ്. കാലിന്റെ വിരലിന്റെ ഒരു വിരലിന്റെ പള്ളയെങ്കിലും വെക്കി, കൂടുതൽ വെക്കണ്ട. എത്ര വെക്കുന്നു അത്ര കൂടുതൽ സുന്നത്ത് കിട്ടും, അത് വേറെ കാര്യം. ഉശറൽ കരീമിൽ കാണാം, ഒരു വിരലിന്റെ ഒരു ഭാഗമെങ്കിലും, ഒരു പള്ളയെങ്കിലും എന്ത് ചെയ്യണം, നിലത്തിങ്ങനെ സുജൂദിന്റെ സമയത്ത് കുത്തണം, സുന്നത്ത് നിർബന്ധമാണ്. അപ്പൊ വിരലുകളുടെ പള്ള, പിന്നെ മുട്ട്, അത് കുത്താതെ സുജൂദ് ചെയ്യാൻ കഴിയില്ല. പിന്നെ കൈ, അതുപോലെ തന്നെ നെറ്റി, പേണ്ണായി മൂക്കും കൂടി ആകുമ്പോൾ വെട്ടുണ്ടാവും, മൂക്ക് കറാഹത്ത ഒഴിവാക്കുക. ഈ മൂക്കും നെറ്റിയും കൂടി ഒന്നിച്ച് വെക്കാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകള് നെറ്റിത്തടം വെക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ്? പൃഷ്ഠഭാഗം പൊക്കി തലഭാഗം താഴ്ത്തി സുജൂദ് ചെയ്യുന്ന രൂപത്തിലേ നെറ്റി വെക്കേണ്ടതുള്ളൂ. അപ്പൊ ഞാനിവിടെ ഇരുന്ന് നിസ്കരിക്കുകയാണ്, ഇവിടുന്ന് ഞാൻ സുജൂദ് ചെയ്താൽ ഇവിടെ എന്റെ പൃഷ്ഠം അടിയിലല്ലേ, എന്റെ തലയുള്ളത് മേലെയാണ്. അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എന്താ കാര്യം? പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അതേസമയം ഇപ്പൊ ഞാനിങ്ങനെ നിൽക്കുകയാണ്, ഞാൻ നിന്നു, കാണുന്നുണ്ടോ? ഞാൻ നിന്ന് കണ്ട് നമ്മൾ സുജൂദ് ചെയ്യാണ്. അപ്പോ ഇപ്പോഴും എന്റെ പൃഷ്ഠഭാഗം താഴെയുള്ളത്, ഇതിലൊന്നും തന്നെ സുജൂദ് ചെയ്യേണ്ട, നെറ്റിത്തടം വെക്കേണ്ട ആവശ്യമില്ല. നെറ്റിത്തടം വെക്കുക എന്ന് പറയുന്നത് പൃഷ്ഠഭാഗം മേലെയും നെറ്റിത്തടം മേലെയും വെക്കുന്ന രൂപത്തിൽ മാത്രം വെച്ചാൽ മതി. അല്ലാത്തടത്തൊക്കെ പരമാവധി കുനിയാന്നുള്ളതാണ്. നെറ്റി താഴെ പൃഷ്ഠഭാഗം മേലെ. അങ്ങനെ വരുമ്പോൾ മാത്രമേ സുജൂദ് നെറ്റിത്തടം ഒരു സ്ഥലത്ത് വെക്കേണ്ടതുള്ളൂ. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഒരു സ്ഥലത്ത് രോഗിയെ കാണാൻ വേണ്ടി പോയി. അയാളില്ലാത്തതുകൊണ്ട് നമ്മൾ ആളെ കാണുമ്പോഴല്ലേ ഇപ്പോൾ ദൈവത്താവുള്ളൂ. ഞാൻ മസാല പറയാൻ വേണ്ടി പറയാം. അപ്പൊ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റൂൾ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ല വയറുള്ള ആളാണ്. അയാൾ ഇരിക്കുന്ന അത്ര തന്നെ ആ ഇത് ഉള്ളൂ. ആ കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ സുജൂദിലേക്ക് പോയപ്പം ഈ സ്റ്റൂളിലേക്ക് അയാൾക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം നല്ല വയറുണ്ട്. അപ്പൊ മൂപ്പൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റൂള് കൊടുത്താണ് ഇവിടെ മുട്ടിക്കരിയാണ്. സ്റ്റൂള് കൊടുത്താണ് അള്ളാഹു അക്ബർ എന്നിട്ട് ഇവിടെ കൊടുന്ന് വിട്ടു. എന്നിട്ട് പിന്നെ അള്ളാഹു അക്ബർ അതിന്റെ ആവശ്യമില്ല. അത് അല്ല, നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പൃഷ്ഠഭാഗം മേലെയും തല താഴ്ഭാഗം വരുന്ന രൂപത്തിൽ മാത്രമേ സുജൂദുള്ളൂ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സുജൂദിന് ഇടയിലെ അർത്ഥത്തിലേക്ക് വന്നു, അവിടെ പിന്നെ വീണ്ടും നമ്മൾ സുജൂദിലേക്ക് പോയി. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഷാഫി മദ്ഹബിൽ അടങ്ങി താമസിക്കുക എന്ന് പറയുന്ന ഒരു 9ാമത്തെ ഫർള് വിട്ടുപോകരുത്. അത് റുക്കൂയിൽ വേണം, സുജൂദിൽ വേണം, ഇത്ദാലിൽ വേണം, ഇടയിലെ ഇരുത്തത്തിൽ വേണം, ഒക്കെ വേണം നമുക്ക്. അതുപോലെ തന്നെ 10ാമത്തേത് അത്തഹിയ്യാത്ത്, ഫാത്തിഹ ശ്രദ്ധിക്കേണ്ടത് പോലെ ശ്രദ്ധിക്കേണ്ട ഒരു റുക്നാണ് അത്തഹിയ്യാത്ത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله എന്ന് പറയുന്നവരെ നമ്മുടെ നോട്ടം എവിടെയായിരുന്നു? സുജൂദിന്റെ മഹല്ല്. ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ നോട്ടം ഈ കൈയിന്റെ വിരലിലേക്കാവണം.
കൈവിരൽ ഇങ്ങനെ അല്പം വളച്ചിട്ട്, മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ് ഈ കയ്യിന്റെ വിരൽ. അഹങ്കാരം ഒഴിവാക്കാൻ വേണ്ടിയാണ് അല്പം ഇങ്ങനെ വളക്കണം എന്ന് പറയുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലുണ്ട്, നാവിലുണ്ട്, അവയവം കൊണ്ട് അതിന്റെ ഒരു അലാമത്തുണ്ട്. ഇതിങ്ങനെ ആട്ടുന്ന ചില ആൾക്കാരുണ്ട്. അവന് പടച്ചവന് ഉറപ്പില്ലാത്ത പോലെയാണ് ഇതിന്റെ സൂചന. പടച്ചവന് എന്റെ പടച്ചവൻ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ആശങ്ക ഉണ്ടെന്നാണ് ഓന്റെ ഈ ആട്ടന്റെ ഉദ്ദേശം. ഇത് ശരിയല്ല. അങ്ങനെ ഹദീസ് ലൈഫായി വന്നിട്ടുള്ളത് ലൈഫാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല. ഏതോ വിവരമില്ലാത്തവനെ ഇവിടുന്നോ ഗൾഫിൽ നിന്ന് ഇങ്ങനെ കാട്ടുന്ന കണ്ടുകാണ്ട് നമ്മുടെ നാട്ടിലൊന്നും കണ്ടും കാട്ടുകയാണ്. ഇപ്പൊ ചില ആൾക്കാർ കണ്ടില്ലേ, സമയമുള്ളവലും അമിത എന്ന് പറഞ്ഞിട്ട് തെക്കുകൾ കിട്ടും. ഏതോ ഒരാൾ ഗൾഫിൽ പോയിട്ട്, ചിലപ്പോൾ അത് മറ്റു മതകാരനായിരിക്കാം. ഷാഫി മതവിൽ അങ്ങനെയല്ല, പക്ഷെ ഓൻ കാട്ടുന്ന കണ്ടുകൊണ്ട് ഇവിടെ ഒന്നാണ് നമ്മളിങ്ങനെ നമ്മുടെ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മദ്ഹബ് എന്ത് ചെയ്യണം, അത് തക്ബീർ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ കെട്ടുന്ന തക്ബീർ നിസ്കാര ധാരതാണ്, അത് വേറെ ഏതെങ്കിലും മദ്ഹബിലുള്ളതായിരിക്കും. അപ്പോ അങ്ങനെ ഉണ്ടാവുമ്പോ ആ ഇമാമ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ ചെയ്യണ്ടേ? ചെയ്യോ? ഇല്ല. അവസാനം ഈ മദ്ഹബിലെ ഇമാമിനും അവന്റെ നിസ്കാരം വേണ്ട, ആ മദ്ഹബിലെ ഇമാമിനും ഇവന്റെ നിസ്കാരം വേണ്ട. ഇപ്പൊ ഒറ്റയാനായി. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രൂഫുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാവൂ. എന്താണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പറയാം, ഷാഫി ഇമാം അങ്ങനെ പഠിപ്പിച്ചു, എവിടുന്നാണ് പഠിപ്പിച്ചത്, ഇന്നാലും കിതാബിലുണ്ടായി എന്ന് പറയും. അപ്പൊ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ ഒരു സനത് ഉണ്ടാവും, തെളിവുണ്ടാവും. ഇരിക്കട്ടെ. അപ്പൊ അത്തഹയ്യാത്ത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ നിസ്കാരത്തിൽ അത്തയ്യാത്തിന് ശേഷം അവസാനത്തെ അത്തയ്യാത്തിൽ നബിതങ്ങളുടെ വലിയ സ്വലാത്തിലാണ്. ആദ്യത്തെ അത്തയ്യാത്തിൽ നബിതങ്ങളുടെ വലിയ മാത്രമേ സ്വലാത്ത് ചൊല്ലാവൂ കേട്ടോ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ് നിർത്തണം. വാഹിരി എന്ന് പറയാൻ പാടില്ല, ഹറാമാണ്. ഒരഭിപ്രായം അനുസരിച്ച് നിസ്കാരം ബാത്തിലാവും. വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇമാമ് സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞിട്ടില്ല, നമ്മൾ വെറുതെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ, അതിന് വിരോധമില്ല. ഇമാമിനെ തുടർന്നുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇപ്പൊ താരത്തിന് മഗ്‌രിബ് നിസ്കരിക്കുന്ന ഇമാമായി തത്തയാത്തിലിരിക്കുമ്പോഴാണ് മൗമൂം കൂടിയതെങ്കിൽ അയാൾ പിന്നെ മഗ്‌രിബ് നിസ്കാരം പൂർത്തിയാക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് എന്ത് ചെയ്യണം? 4 തയ്യാത്ത് തോന്നണം. ഒന്ന് ഇമാമിന്റെ കൂടെ അത്തയ്യാത്ത്, പിന്നെ രണ്ടാമത്തെ തയ്യാത്ത് ഇമാമിന്റെ കൂടെ, പിന്നെ അയാളെ നടുവിലെ തയ്യാത്ത്, പിന്നെ അയാളെ അവസാനത്തെ തയ്യാത്ത്. ഇപ്പൊ 4 മഗ്‌രിബിൽ 4 തയ്യാത്തുണ്ടോ? വേറെ ഏതെങ്കിലും നിസ്കാരത്തിലുണ്ടോ 4 തയ്യാത്ത്? പക്ഷെ അത് ഇമാമിനെ തുടർന്നുകൊണ്ട് വരുന്ന അത്തയ്യാത്തുകളാണ്. അപ്പൊ അത് പ്രശ്നമല്ല. എന്ന പോലെ ഇമാമിനോട് അതിപ്പോ അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു, 3-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി, ഇമാം ഇങ്ങനെ പതുക്കെ ഓതുന്നു, നമ്മൾ വളർന്നു നമ്മളത് പിന്നെ വെറുതെ സമയമുണ്ട്, നമ്മൾ വെറുതെ ഇരിക്കണ്ട, ഒരു സൂറത്ത് അങ്ങ് തുടങ്ങാം. അവിടെ എത്തിയപ്പോൾ ഇമാമോട് പോയി പോണം. എന്നാലും വെറുതെ ഇരിക്കുന്നൊരവസ്ഥയില്ല. 3 തസ്ബീഹ് നമ്മൾ ചെല്ലുന്നത് ഇമാമിന്റെ കഴിയുന്നില്ല. 5 ആക്കണം, 4 ആക്കണം, 7 ആക്കണം, 6 ആക്കണം, 8 ആക്കണം. നിസ്കാരത്തിൽ വെറുതെ ഇരിക്കാറുള്ള പരിപാടിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ സലാം റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തായി. സലാമി നമ്മൾ നേരത്തെ അത്തയ്യാത്തിൽ പറഞ്ഞിരുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തില് പൂർണ്ണമായ സലാം റസൂലുള്ളാഹി തങ്ങൾക്ക് പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. ആ സലാം വേറുള്ള ആളുകളോട് പറഞ്ഞാലും ഭയങ്കരമാണത്. അതാണ് നബി തങ്ങൾ സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ തെളിവ്. ഇരിക്കട്ടെ. അപ്പൊ പിന്നെ 13-ാമത്തത് സലാം വീട്ടല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ചില ആൾക്ക് സലാം വീട്ടുമ്പോ ഇങ്ങനെ കാക്കുന്നു, അസ്സലാമു അലൈക്കും. എന്തിനാ അങ്ങനെയൊക്കെ? അതിന്റെ ആവശ്യമില്ല. സലാം വീട്ടുന്നത് എങ്ങനെ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഇങ്ങോട്ട് വരണം, അസ്സലാമു അലൈക്കും. പിന്നെ 14-ാമത്തെ തർത്തീബ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർഡറായി ക്രമപ്രകാരം ചെയ്യുക എന്നുള്ളതാണ്. ഈ 14 ഫർദുകൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വളരെ അത്യാവശ്യമായ മസലകളാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചത്. അത് ഉൾക്കൊള്ളുകയും പ്രാക്ടിക്കലായി നാം പഠിച്ച് മനസ്സിലാക്കുകയും വേണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങളിൽ വരുന്ന പോരായ്മകളൊക്കെ തിരുത്തി നല്ല നിലയിൽ ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.